അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമ്മൾ മരണത്തെക്കുറിച്ചാണ്, ആ ഹദീസിനെ കുറിച്ചാണ് വിശദമായി പറഞ്ഞുകൊണ്ടിരുന്നത്. മനുഷ്യന്റെ മരണത്തിന്റെ സന്ദർഭം, ആ സമയത്ത് മലക്കുകൾ അവൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നതും, നല്ല മനുഷ്യരാണെങ്കിൽ എങ്ങനെയായിരിക്കും മലക്കുകൾ അവൻ്റെ ആത്മാവിനെ പിടിക്കുന്നതെന്നും, മോശം മനുഷ്യരാണെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്നും നമ്മൾ പറഞ്ഞു. ഇനി മനുഷ്യൻ മരിക്കുന്നത് മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് അല്ലാഹു തആല ആത്മാവിനെ പിടിക്കുമ്പോഴാണ് എന്ന് നമുക്കറിയാം. ഈ ആത്മാവിനെ അല്ലാഹു എന്ത് ചെയ്യും? നമ്മളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅതൂൻ, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ലോകാവസാനം വരെ, ഖിയാമത്ത് നാളിൽ പുനർജന്മം ഉണ്ടാകുന്നത് വരെ അവന്റെ ആത്മാവ് ബർസഖ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലായിരിക്കുമെന്ന് ഖുർആൻ പറഞ്ഞു. അതിന്റെ വിശദീകരണമൊന്നും നമ്മളോട് പറഞ്ഞില്ല. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു തആല കല്ല ഇന്ന കിതാബൽ അബ്റാരി ലഫീ ഇല്ലിയീൻ വമാ അദ്റാക മാ ഇല്ലിയൂൻ, നല്ലവരായ മനുഷ്യരാണെങ്കിൽ അവരുടെ ആത്മാവുകളെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സങ്കേതത്തിൽ അല്ലാഹു തആല ലോകാവസാനം വരെ നിലനിർത്തും. മോശമായ മനുഷ്യരുടെ ആത്മാവുകളാണെങ്കിൽ നരകത്തിന്റെ ശിക്ഷയുടെ അനുഭവങ്ങൾ അനുഭവിക്കാൻ പറ്റുന്ന സിജ്ജീൻ എന്ന് പറയുന്ന ഒരു സങ്കേതത്തിൽ അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ ആത്മാവിനെ വെക്കും. ഇതാണ് മനുഷ്യന്റെ ആത്മാവുമായി ബന്ധപ്പെട്ട അല്ലാഹു നമ്മളോട് ആകെ ഖുർആനിൽ പറഞ്ഞത്. എന്നിട്ട് നബിതങ്ങളോട് പറഞ്ഞു, തങ്ങളോട് ആളുകൾ വന്നിട്ട് മനുഷ്യന്റെ ആത്മാവിനെ കുറിച്ച് ചോദിക്കും, ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, അവരോട് പറയണം അത് അല്ലാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, നിങ്ങൾക്ക് പൂർണ്ണമായി ഗ്രഹിക്കാനും മനസ്സിലാക്കാനും സാധിക്കുകയില്ല. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, എനിക്ക് പോലും അതിനെക്കുറിച്ച് വളരെ ചുരുങ്ങിയ അറിവേ തന്നിട്ടുള്ളൂ. ആ അറിവ് വെച്ച് നബിതങ്ങൾ വിശദീകരിച്ച ഹദീസുകളൊക്കെ കാണാം. നല്ല മനുഷ്യരുടെ ആത്മാവുകളെ ഇല്ലിയൂനിലും ചീത്ത മനുഷ്യരുടെ ആത്മാവുകളെ സിജ്ജീനിലും അല്ലാഹു തആല നിലനിർത്തും. മരിച്ചുപോയ ആത്മാവുകൾ തങ്ങളുടെ അടുക്കലേക്ക് ഭൂമിയിൽ നിന്ന് മരണപ്പെട്ടു വരുന്ന മറ്റ് ആത്മാവുകളെ കാത്തിരിക്കും. പരിചയമുള്ള ആളുകളെ, ഭൂമിയിൽ വെച്ച് പരിചയമുള്ളവരാണെങ്കിൽ ആ ആത്മാവുകൾ തമ്മിൽ സംസാരിക്കും, അവരുടെ വിശേഷങ്ങൾ തിരക്കും, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആളുകളെ കുറിച്ച് അന്വേഷിക്കും. എത്രത്തോളം നബിതങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന്റെ ആത്മാവ് മരിച്ച് സ്വർഗവാസികളുടെ ആത്മാവിനെ നിർത്തുന്ന സങ്കേതമായ സിജ്ജീനിലേക്ക്, ഇല്ലിയൂനിലേക്ക് വരുമ്പോ തന്റെ അടുത്ത ബന്ധുവിനെ കുറിച്ച് ചോദിക്കും. അപ്പൊ ഈ മനുഷ്യൻ പറയും, ഇതുവരെ അയാൾ വന്നില്ലേ, അയാൾ എന്നെക്കാൾ മുമ്പേ എത്രയോ കാലം മുമ്പ് മരണപ്പെട്ടു പോയി. അപ്പൊ ഈ ആത്മാവുകൾക്ക് മനസ്സിലാകും അയാള് നരകാവകാശിയാണ്, നരകാവകാശികളുടെ ആത്മാവിനെ നിർത്തുന്ന സങ്കേതമായ സിജ്ജീനിലേക്കാണ് അയാൾ അയക്കപ്പെട്ടത് എന്ന് മനസ്സിലാകുമെന്ന് വരെ ഹദീസിൽ കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ മനുഷ്യന്റെ ആത്മാവുകളെ അല്ലാഹു തആല മരണത്തോടുകൂടി അല്ലാഹു തആല അതിനെ പിടിക്കുകയും സിജ്ജീൻ അല്ലെങ്കിൽ ഇല്ലിയൂൻ, രണ്ടാലൊരു സങ്കേതത്തിൽ അല്ലാഹു തആല അതിനെ അടയ്ക്കുകയും മരണാനന്തരം ലോകാവസാനത്തിന് ശേഷം പുനർജന്മം നൽകുന്ന സമയത്ത് ആത്മാവുകളെ ശരീരത്തിലേക്ക് തിരിച്ചു പ്രവേശിപ്പിക്കുകയും ചെയ്യും. നമ്മൾ കൊണ്ടുപോയി ഖബറടക്കുന്ന ആ ഖബറിന് ആത്മാവുമായിട്ടൊരു ബന്ധം കാണും. ഖബർ ശിക്ഷ എന്ന് പറയുന്നത് നമ്മൾ അടക്കുന്ന ആ മയ്യത്ത് അല്ല അനുഭവിക്കുന്നത്, മറിച്ച് ആ ആത്മാവിനായിരിക്കും നൽകപ്പെടുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ചില അന്ധവിശ്വാസങ്ങളുണ്ട്. മരിച്ചു കഴിഞ്ഞ് ആത്മാവുകൾ, ഷിയാക്കളുടെ ഒരു വിശ്വാസമുണ്ട്, മരിച്ചു കഴിഞ്ഞ് 40 ദിവസം വരെ ആത്മാവ് ആ വീടിന് പരിസരത്ത് കാണും. അതുകൊണ്ട് 40 ദിവസം വരെ നമ്മൾ സന്തോഷിക്കുന്ന ഒരു കാര്യവും ചെയ്യരുത്. ഇത് ഷിയാക്കളുടെ ഒരു വിശ്വാസമാണ്. ഇത് നമ്മുടെ നാട്ടിലെ ചില സ്ഥലത്തൊക്കെ ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. വേറെ ചില ആളുകൾ, മരിച്ചുപോയ നല്ലവരായ ആളുകളുടെ ആത്മാവുകൾ തിരിച്ചു ഭൂമിയിലേക്ക് വരും, അവര് നമ്മളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും, സഹായങ്ങൾ ചെയ്യും. നബിതങ്ങളുടെ ആത്മാവുകൾ വരും. ഈ ചില സ്ഥലങ്ങളിലൊക്കെ ഈ മൗലിദ് സദസ്സുകളൊക്കെ നടക്കുന്നിടത്ത് എഴുന്നേറ്റ് നിന്ന് ലൈറ്റ് അണച്ച് മൗലിദ് ആടി പാടും. ആ പാടുന്നതിന്റെ പിന്നിലുള്ള വിശ്വാസം, മൗലിദ് ഓതുന്ന ഈ സദസ്സിൽ നബിയുടെ ആത്മാവ് വരും. അപ്പൊ നബിയുടെ ആത്മാവ് വരുമ്പോൾ നമ്മൾ ഇരിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാണ് നിൽക്കുന്നത് എന്നാണ്. വേറെ ചിലര് മരിച്ചുപോയ ഔലിയാക്കളുടെ ആത്മാവ് വന്നു, മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു, ശരീരത്തിൽ കയറി സംസാരിച്ചു എന്നൊക്കെ വിശ്വസിക്കും. ഇസ്ലാമികപരമായി ഇങ്ങനത്തെ വിശ്വാസങ്ങൾക്ക് യാതൊരു തെളിവുമില്ല.
തെളിവില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ആധികാരികമായി എഴുതപ്പെട്ട ഔറംഗസീബിന്റെ കാലത്ത് എഴുതപ്പെട്ട ഹനഫി മദ്ഹബിന്റെ ഫത്വ കിതാബുണ്ട്, ഫതവ ആലംഗീരിയ. അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, അന്ന അർവാഹൽ ഔലിയാഇ ഹാദിറത്തുൻ തഅലം യുകഫർ. സാധാരണക്കാരന്റെ അല്ല, ഔലിയാക്കന്മാരുടെ ആത്മാവുകൾ നമ്മൾ അവരെ കുറിച്ച് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടുമെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് വെളിയിൽ പോകും. നമ്മുടെ ഇടയിലും ഉണ്ടായിരുന്നു, ഈ മുഹറം 15 അന്ന് മരിച്ചുപോയ കാരണവന്മാരൊക്കെ കുറെ കാലം മുമ്പ് ആ വിശ്വാസം ഉണ്ടായിരുന്നു, വീട്ടിൽ വരും. അപ്പൊ അതുകൊണ്ട് അന്നത്തെ ദിവസം വീട്ടിൽ നല്ല ഇറച്ചിയും നല്ല ഭക്ഷണവും ഒക്കെ വാങ്ങി പാചകം ചെയ്ത് രാത്രി വെച്ചേക്കും. കാരണം കാരണവന്മാരുടെ ആത്മാവുകൾ വരുമ്പോൾ മക്കള് പട്ടിണിയാണ് എന്ന് തോന്നാതെ അവരെ സന്തോഷിപ്പിച്ചു വിടാം. ഇതെല്ലാം ഇസ്ലാമിക വിശ്വാസത്തിനെതിരാണ്. അങ്ങനെ ലോകത്ത് ഏതെങ്കിലും ആത്മാവ് തിരിച്ചു വരുമായിരുന്നെങ്കിൽ അതിനേറ്റവും അർഹമായ ആത്മാക്കൾ ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സഹാബാക്കളുടെ ആത്മാക്കളാണ്. ഉഹദ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ മനസ്സിൽ വിശ്വാസമില്ലാത്ത, വിശ്വാസം അഭിനയിക്കുന്ന മുനാഫിക്കുകളായ ആളുകൾ, കുറെ സഹാബാക്കൾ യുദ്ധത്തിൽ വധിക്കപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, അല്ലദീന ഖാലൂ ലി ഇഖ്വാനിഹിം വഖഅദൂ ലൗ അതാഊനാ മാ ഖുതിലൂ ഖുൽ ഫദ്റഊ അൻ അൻഫുസികുമുൽ മൗത ഇൻ കുൻതും സാദിഖീൻ. ഇവന്മാരൊക്കെ ഇതിന് പോയിട്ടല്ലേ ഈ പണി കിട്ടിയത്, ഇവിടെ ഇരുന്നിരുന്നെങ്കിൽ കുറെ കാലം കൂടെ ജീവിക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഈ മരണപ്പെട്ട സഹാബാക്കൾ അല്ലാഹു തആല സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. അവരോട് അല്ലാഹു ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഭൂമിയിലെ ഏറ്റവും ഉയർന്ന മനുഷ്യരാണ്. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് നാട്ടിലേക്കൊന്ന് തിരിച്ചു പോകണം, ഞങ്ങൾ മരണപ്പെട്ടതിന്റെ പേരിൽ വിഷമിച്ചു കഴിയുന്ന ബന്ധുക്കളുണ്ട്, അവരോട് പോയിട്ട് പറയണം, ഞങ്ങൾക്ക് മരണത്തിന് ശേഷം അള്ളാഹുവെ നീ തന്ന സൗഭാഗ്യങ്ങളെ കുറിച്ച് അവരോട് ഞങ്ങൾക്കൊന്ന് പറയണം, സങ്കടപ്പെടരുത്, വിഷമിക്കരുത്, ഞങ്ങൾ ഇവിടെ സന്തോഷത്തിലാണ്. അവരോട് അള്ളാഹു പറഞ്ഞു, മരണത്തിന് ശേഷം ഒരാത്മാവിനും ഭൂമിയിലേക്ക് പോകാൻ സാധിക്കുകയില്ല. നിങ്ങൾക്ക് പോകാൻ പറ്റൂല, വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഖുർആനിലൂടെ നിങ്ങൾ പറഞ്ഞ ഈ കാര്യം ജനങ്ങളെ അറിയിക്കാം. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ കുറിച്ച് നിങ്ങൾ മയ്യത്തുകൾ, ശവങ്ങൾ എന്ന് നിങ്ങൾ വിളിക്കരുത്. അവർ അള്ളാഹുവിന്റെ അടുക്കൽ അവരുടെ ആത്മാവുകൾ ജീവിച്ചിരിപ്പുണ്ട്, അവർക്ക് ആവശ്യമുള്ള അനുഗ്രഹങ്ങൾ മുഴുവൻ അള്ളാഹു അവർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മരണാനന്തരം അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ അവർ സന്തോഷവാന്മാരാണ്. അവര് ഒരു കാര്യം കൂടെ അറിയിക്കുന്നു, ജീവിച്ചിരിക്കുന്ന അവരുടെ ബന്ധുക്കളോട്, പിൻഗാമികളോട് അവർ പറയുകയാണ്, അവര് സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്, അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, നിങ്ങൾ പേടിക്കുകയും സങ്കടപ്പെടുകയും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടെങ്കിലും ഞങ്ങളുടെ ആത്മാവുകൾ അള്ളാഹു തആല വലിയ അനുഗ്രഹങ്ങൾ നൽകി സന്തോഷിപ്പിച്ചു എന്ന് ഉഹദിൽ കൊല്ലപ്പെട്ട സഹാബാക്കൾ ഭൂമിയിലേക്ക് വരണമെന്ന ആഗ്രഹം അള്ളാഹുവിനോട് പറഞ്ഞപ്പോ അത് പറ്റുകയില്ല, വേണമെങ്കിൽ ഖുർആനിൽ പറയാമെന്ന് പറഞ്ഞ് അള്ളാഹു തആല 3 ആയത്തിലൂടെ ഈ സംഭവം പറയുന്നു. അപ്പോഴാണ് നമ്മുടെയൊക്കെ വീട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയ കാരണവന്മാർ തിരിച്ചു വരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത്, അങ്ങനെ ആരെങ്കിലും വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് വെളിയിൽ പോകുമെന്നാണ്. പക്ഷെ നമ്മളുടെ നാട്ടില് അങ്ങനത്തെ ധാരാളം അനുഭവങ്ങളുള്ള ആളുകളുണ്ട്. മരണപ്പെട്ടു പോയ ആളുകളെ ചില സന്ദർഭങ്ങളിൽ നമ്മളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതായി കണ്ട ആളുകളുണ്ട്. മറ്റാരുടെയെങ്കിലും ശരീരത്തിൽ പ്രവേശിച്ച് മരിച്ചുപോയ ആളെപ്പോലെ സംസാരിക്കുന്ന ആളുകളുണ്ട്. ലോകത്ത് 10,000-കണക്കിന് പ്രേതകഥകൾ, റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രേതകഥകൾ ലോകത്തുണ്ട്. ലോകത്ത് അറിയപ്പെട്ട ഒരു പുസ്തകമുണ്ട്, ഓം സേർട്ടി ദ ഗാർഡിയൻ ഓഫ് ഏൻഷ്യന്റ് മിസ്റ്ററീസ്. അതുപോലെ തന്നെ ദ സെർച്ച് ഫോർ ഓം സേർട്ടി എന്ന് പറയുന്ന മറ്റൊരു പുസ്തകമുണ്ട്. ഇത് രണ്ടും ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകങ്ങളാണ്. 1904 ലണ്ടനിൽ ജനിച്ച ഒരു കുട്ടി, ഡൊറോത്തി ലൂയിസ് എഡ്ഡി എന്ന് പറയുന്ന ഒരു കുട്ടി. 3-ാമത്തെ വയസ്സിൽ ആ കുട്ടി സ്റ്റെയറിന്റെ മുകളിൽ നിന്ന് താഴെ വീഴുന്നു. ആ കുട്ടി മരണപ്പെട്ടു പോകുമെന്ന് എല്ലാവരും വിചാരിക്കുന്നു. പക്ഷെ അത്ഭുതകരമായി ആ കുട്ടി രക്ഷപ്പെടുന്നു. രക്ഷപ്പെട്ടതിന് ശേഷം പിന്നീട് ആ കുട്ടി അവരുടെ മാതൃഭാഷയല്ല സംസാരിക്കുന്നത്, മറ്റു പലതും ആ കുട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്കെന്റെ വീട്ടിലേക്ക് പോകണം, നാട്ടിലേക്ക് പോകണമെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മാതാപിതാക്കളുമായിട്ട് ലണ്ടൻ മ്യൂസിയത്തിലേക്ക് പോയി അവിടെ പഴയ ഈജിപ്തിലെ പുരാവസ്തുക്കളൊക്കെ കാണുമ്പോൾ ഇതാണ് എൻ്റെ വീട്, എൻ്റെ നാട് എന്നൊക്കെ ആ കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോൾ യാത്ര ചെയ്ത് ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോയിലേക്ക് ആ കുട്ടി പോകുന്നു. അവിടെ ചെന്നതിന് ശേഷം ആ കുട്ടി പറയുന്നത്, ആ കുട്ടി 3000 വർഷം മുമ്പ് ഈജിപ്തിൽ ജീവിച്ചിരുന്ന അന്നത്തെ ഒരു ഫറോവയുടെ ക്ഷേത്രത്തിലെ പൂജാരിണിയായിരുന്നു ആ കുട്ടി എന്നാണ് ആ കുട്ടി പറയുന്നത്.
അവരെ കുറിച്ചുള്ള പുസ്തകമാണ് ഈ പുസ്തകം. 1981 ഈജിപ്തിലാണ് അവർ മരിക്കുന്നത്. ലോകത്ത് അവരെക്കുറിച്ച് ഒരുപാട് റിസർച്ചുകൾ നടന്നിട്ടുണ്ട്. നമ്മൾ യൂട്യൂബിലൊക്കെ പോയാൽ അവരെക്കുറിച്ച് നാഷണൽ ജോഗ്രഫിയുടെ ഒക്കെ ഡോക്യുമെന്ററി കാണാൻ സാധിക്കും. ഈ കുട്ടി വെറുതെ പറഞ്ഞെന്ന് മാത്രമല്ല, ഈജിപ്റ്റോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്ര മേഖലയുണ്ട്. പുരാതന ഈജിപ്തിനെ കുറിച്ച് പഠനം നടത്തുന്ന, പുരാതന ഈജിപ്തില് ഈ മമ്മികളിൽ, പിരമിഡുകളിലൊക്കെ എഴുതിയിരിക്കുന്ന ലിപികൾ, അക്ഷരങ്ങളൊക്കെ മനസ്സിലാക്കി അത് വായിച്ച് അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഈജിപ്റ്റോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയുണ്ട്. ഈജിപ്റ്റോളജിയിൽ ഇതുവരെ ലോകത്ത് ഒരു ഭാഷാ പണ്ഡിതനും വായിക്കാൻ പറ്റാതിരുന്ന അക്ഷരങ്ങൾ ഈ പെൺകുട്ടി വായിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, പുരാതന ഈജിപ്തിൽ ഉണ്ടായിരുന്ന റോഡുകൾ, ക്ഷേത്രങ്ങൾ, വീടുകൾ, ഇതിനെക്കുറിച്ചെല്ലാം ആ കുട്ടി പറഞ്ഞു കൊടുത്ത അതേ സ്ഥലത്ത് കുഴിക്കുമ്പോൾ ഈ സാധനങ്ങളൊക്കെ അവർക്ക് കിട്ടി. 1981 ഈജിപ്തിലാണ് ഇവർ മരിക്കുന്നത്. ഇവര് ഈജിപ്തിന്റെ ഖനന ഗവേഷണ രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. കാരണം അവർ സംസാരിക്കുന്നത് 3000 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിൽ ജീവിച്ചിരുന്ന ഓംസേട്ടി എന്നറിയപ്പെടുന്ന ഒരു പൂജാരിണിയെ പോലെയാണ് അവർ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ പൂജാരിണിയുടെ പുനർജന്മമാണ് എന്നാണ് അവരെ കുറിച്ച് വിശ്വസിക്കപ്പെടുന്നത്. ഇങ്ങനെ ഈ ഓംസേട്ടിയെ പോലെ ലോകത്ത് ഒരുപാട് കഥകളുണ്ട്, നമുക്കൊക്കെ അനുഭവത്തിലുണ്ട്. ഒരു 10-200 കഥകൾ ഞാൻ തന്നെ വായിച്ചിട്ടുണ്ട് പല പുസ്തകങ്ങളിലും. നമ്മളുടെയൊക്കെ അനുഭവത്തിലുണ്ട്. മരിച്ചുപോയ, നമ്മുടെ മഹലിലും കുറച്ചു നാൾ മുമ്പ് മരിച്ചുപോയ ഒരാള്, അയാളുടെ വീട്ടിലെ ഒരു സ്ത്രീ അയാളെ പോലെ സംസാരിക്കുകയും അയാളെ പോലെ പെരുമാറുകയും അയാൾ ശരീരത്തിൽ കയറി എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കുകയുണ്ടായി. ലോകത്ത് ഇങ്ങനെ 10,000-കണക്കിന് ജാതി മത ഭേദമന്യേ വ്യത്യസ്തമായി ഇങ്ങനത്തെ പ്രേത കഥകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒന്നെങ്കിൽ മരിച്ച ആളിനെ നേരെ കാണും, അല്ലെങ്കിൽ മരിച്ച ആള് വേറെ ആരുടെയെങ്കിലും ശരീരത്തിൽ കയറി സംസാരിക്കും. ഇസ്ലാമിക വിശ്വാസപ്രകാരം ഇത് മുഴുവൻ ജിന്നുകൾ ചെയ്യുന്ന പണിയാണ്. ഇവിടെയാണ് മരിച്ചുപോയ ഒരു ആത്മാവും തിരിച്ചു വരികയില്ല. ജിന്നുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരെ പോലെ അല്ലാഹു തആല സൃഷ്ടിച്ച, എന്നാൽ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു വിഭാഗമാണ്. അതിൽ പല തരത്തിലുള്ള ജിന്നുകളുണ്ട്. നമുക്കതിന്റെ വിശദീകരണങ്ങളൊന്നും അറിയുകയില്ല. ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ സൂറത്ത് ജിന്ന് എന്ന് പറയുന്ന ഒരു സൂറത്ത് തന്നെയുണ്ട്. ജിന്ന് എന്ന ഒരു വസ്തുവിനെ നിഷേധിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് വെളിയിൽ പോകും. സൂറത്തുൽ ജിന്നുണ്ട്. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി ഫഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബ എന്ന് തുടങ്ങുന്ന സൂറത്ത് കാണാം. വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖ. മനുഷ്യരായ ആളുകൾ ജിന്നുകളിൽപ്പെട്ട ആളുകളോട് സഹായം തേടുന്നതിനെ കുറിച്ച്, രഹസ്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച്, വേഗത്തിൽ സഞ്ചരിക്കുന്നതിനെ കുറിച്ച് നബിതങ്ങൾ തായിഫിൽ ഒരു തോട്ടത്തിൽ നിന്ന് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതുവഴി പോയ ജിന്നുകൾ നബിതങ്ങൾ ഓതുന്ന ഖുർആൻ കേട്ട് ശ്രദ്ധിച്ചവർ നിൽക്കുകയും ഈ ഖുർആൻ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതിനെ കുറിച്ചൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. ഈ ജിന്നുകളിൽപ്പെട്ട മോശമായ, നമ്മൾ മനുഷ്യരിൽ മോശമായ ആളുകളെ തെമ്മാടികൾ, കള്ളന്മാർ എന്നൊക്കെ പറയുന്നത് പോലെ മോശമായ ജിന്നുകളെയാണ് നമ്മൾ ശൈത്താൻ, പിശാച് എന്നൊക്കെ വിളിക്കുന്നത്. നല്ലവരും ചീത്തവരുമായ ആളുകളുണ്ട്. പല രൂപത്തിൽ മനുഷ്യനെ ഉപദ്രവിക്കും. ചിലപ്പോ മനുഷ്യന്റെ മുമ്പിൽ മനുഷ്യന്റെ രൂപത്തിൽ തന്നെ പ്രത്യക്ഷപ്പെടും. മരിച്ചുപോയ ആളുകളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടും, നമ്മളെ പേടിപ്പിക്കുന്നതിന് വേണ്ടി. ഹദീസിൽ കാണാം, ഇന്ന ശൈത്താന യതസവ്വറു ബിസൂറത്തിൽ ഇൻസാൻ. പിശാച്, ജിന്ന് മനുഷ്യന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടും. ചിലപ്പോ നമുക്ക് നമ്മളുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ച് അവരെ പോലെ സംസാരിക്കും. ഖുർആനിൽ അല്ലാഹു തആല പലിശ തിന്നും ജീവിക്കുന്നവരെ, മരണം വരെ തൗബ ചെയ്യാതെ പലിശ തിന്ന് ജീവിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു. അവരെ ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് അല്ലദീന യഅകുലൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്. ജിന്ന്, പിശാച് ശരീരത്തിൽ കയറി ഭ്രാന്തായി പോയ ആളുകളെ പോലെ ആയിരിക്കും അവര് നാളെ ആഖിറത്തിൽ വരുന്നത് എന്ന് പറഞ്ഞു. ശരീരത്തിൽ പ്രവേശിക്കും. ചിലപ്പോൾ കുട്ടികളുടെ ശരീരത്തിൽ പ്രവേശിക്കും. ഹദീസിൽ കാണാം, സഹീഹ് മുസ്ലിമിൽ കാണാം, ഒരു സഹാബി പറയുന്നു, ഖറജ്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബിതങ്ങളുടെ കൂടെ യാത്ര പോയി. ഫവജദ്നാ ഇംറഅതൻ, ഒരു സ്ത്രീയെ ഞങ്ങൾ വഴിയിൽ കണ്ടു. വമഅഹാ സബിയ്യുൻ ലഹാ ബിഹി ലമമുൻ, അവരുടെ കൂടെ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് എന്തോ പിശാച് ബാധ ഏറ്റിട്ടുണ്ട്. അവർ നബിതങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, തങ്ങളെ, എന്റെ ഈ കുട്ടിക്ക് വയ്യ, അസാബഹുൽ ബലാഉ, എന്തോ രോഗമാണ്, മരുന്ന് കൊടുത്തിട്ടൊന്നും മാറുന്നില്ല. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുട്ടിയെ അടുത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. ആ കുട്ടിയെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് ആ കുട്ടിയോട് പറഞ്ഞു, ഉഖ്റുജ് അദുവല്ലാഹ് വഅന റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ശത്രുവായ പിശാചേ, നീ ഈ കുട്ടിയിൽ നിന്ന് ഇറങ്ങുക, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. ആ സഹാബി പറയുകയാണ്, ഫബരി അസ്സബിയു, നബിതങ്ങൾ ഇത് പറഞ്ഞ് മന്ത്രിച്ചതോടുകൂടി ആ കുട്ടി രോഗത്തിൽ നിന്ന് മുക്തിയായി. കഅന്നമാ ലം യകുൻ ലഹു ബലാഉൻ, ആ കുട്ടിക്ക് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന്
അവസ്ഥയെല്ലാം മാറി. നമ്മൾ ഈ ചില കുട്ടികൾക്കൊക്കെ ചില ആവശ്യമില്ലാത്ത കരച്ചിൽ, ചില നിർബന്ധങ്ങൾ, പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുക, പേടി എഴുന്നേൽക്കുക, ഇതൊക്കെ ചിലപ്പോൾ ഇതിൻ്റെതാകാൻ സാധ്യതയുണ്ട്. മരുന്ന് കൊടുത്തത് കൊണ്ട് മാത്രം മാറുകയില്ല. അതുകൊണ്ടാണ് ഈ ഹദീസുകളുടെ വിശദീകരണത്തിൽ കാണാം, ചെറിയ കുട്ടികളെ, ഗർഭിണികളായ സ്ത്രീകളെ, ആർത്തവമായ സ്ത്രീകളെ, ഇങ്ങനത്തെ ആളുകളെയൊക്കെ സന്ധ്യസമയത്ത് വെളിയിലേക്ക് ഇറക്കരുത്. ചില സന്ദർഭങ്ങളിൽ ഖബർസ്ഥാനിലേക്ക് ആളില്ലാത്ത സമയത്ത് കുട്ടികളെ കൊണ്ടുപോകരുത്. കാരണം ഇങ്ങനത്തെ കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ പിശാച് പെട്ടെന്ന് ഉപദ്രവിക്കുകയും ശരീരത്തിൽ കയറുകയും പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് ഈ ഹദീസിന്റെ വിശദീകരണങ്ങളിൽ കാണാം. ചില സന്ദർഭങ്ങളിൽ ശരീരത്തിൽ കയറി രോഗങ്ങൾ ഉണ്ടാക്കും. എത്രത്തോളം നമുക്കൊക്കെ അനുഭവമുണ്ട്. പല ആളുകൾക്കും ചില പ്രത്യേക സമയങ്ങളിൽ, ചില പ്രത്യേക സ്ഥലങ്ങളിൽ, ചില പ്രത്യേക ദിവസങ്ങളിൽ ഒരു കാരണവുമില്ലാതെ തളർച്ച, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, അങ്ങനെ പലതും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഹാർട്ടിന് വരുന്ന, രക്തക്കുഴലുകൾക്ക് വരുന്ന ബ്ലോക്കുകൾ, നമ്മളുടെ സെല്ലുകൾക്ക് വരുന്ന ക്യാൻസർ, ഇതൊക്കെ ഇങ്ങനത്തെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ മെഡിക്കലി ഡോക്ടറെ നോക്കുന്നതിനോടൊപ്പം തന്നെ ഇതിന്റെ ചികിത്സ പഠിച്ച ആളുകളും ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുകയും നോക്കുകയും ഒക്കെ ചെയ്യുന്ന ആശുപത്രികൾ വിദേശ രാജ്യങ്ങളിൽ ഒരുപാടുണ്ട്. കാരണം ഹദീസിൽ കാണാം, ഇന്ന ശൈത്താന യജ്രി മിൻകും മജ്റദ്ദം, നിങ്ങളുടെ രക്തം ഒഴുകുന്ന കുഴലുകളിലൂടെ വരെ പിശാച് സഞ്ചരിക്കുകയും നിങ്ങളുടെ ശരീരത്തിൽ കയറുകയും ചെയ്യും. ചിലപ്പോ മാരകമായ അസുഖങ്ങൾ ഉണ്ടാക്കും, ചിലപ്പോ നമ്മളെ തന്നെ കൊന്നുകളയും. അങ്ങനത്തെ സംഭവങ്ങൾ സഹാബാക്കളുടെ കാലത്ത് നിന്ന് ഉദ്ധരിക്കപ്പെട്ട സംഭവങ്ങൾ കാണാൻ സാധിക്കും. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഒരു യാത്ര പോകുമ്പോൾ, കുതിരയുടെ പുറത്ത് യാത്ര പോകുമ്പോൾ എവിടെ നിന്നോ അമ്പ് ശരീരത്തിൽ വന്ന് തറയ്ക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം കൊല്ലപ്പെടും, ശരീരത്തിന്റെ നിറം മാറും. ആ സമയത്ത് ഒരു അശരീരി കേൾക്കും, ഖതൽനാ സഅദ് ബിൻ ഉബാദ, ഞങ്ങൾ സഅദ് ബിൻ ഉബാദയെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞൊരു അശരീരി ഒരു പാട്ട് കേൾക്കും. ഉമർ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലത്ത് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷനെ തന്നെ നിയോഗിക്കും. അവരെ അന്വേഷിച്ചിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നത് ജിന്നുകളാണ് കൊന്നുകളഞ്ഞത്. ഇപ്പൊ പല രൂപത്തിൽ മനുഷ്യനെ ഉപദ്രവിക്കും. ചിലപ്പോ നമ്മളുടെ കച്ചവടം, നമ്മളുടെ ജീവിതത്തിന്റെ സമാധാനം, ഇതൊക്കെ തകർക്കലായിരിക്കും ഉദ്ദേശം. ചിലപ്പോ കൂടോത്രം ചെയ്ത് ജിന്ന് ഉപദ്രവിക്കും, ചിലപ്പോൾ അല്ലാതെയും ഉപദ്രവിക്കും. അതിന്റെ കാരണങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പിന്നെ പറയാം. ഖുർആനിൽ അല്ലാഹു തആല പ്രത്യേകം എടുത്തു പറഞ്ഞു, യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി. ഈ പിശാചുക്കളുടെ പ്രധാനപ്പെട്ട പണി ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ വൈവാഹിക ബന്ധത്തിൽ ഏതെങ്കിലും രൂപത്തിൽ വിള്ളലുണ്ടാക്കി അവരെ കൊണ്ട് തലാക്ക് ചെല്ലിപ്പിക്കലാണ് പിശാചുക്കളുടെ ഈ മാരണം കൊണ്ടും പിശാചുക്കളുടെ ഇടപെടൽ കൊണ്ടുമുള്ള പ്രധാനപ്പെട്ട പണി എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു. നമ്മൾ സാധാരണ ഓതുന്ന സൂറത്തുൽ നാസും സൂറത്തുൽ ഫലക്കും അവതരിക്കുന്നത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ മാരണം ചെയ്ത് ശാരീരികമായി അസുഖവും ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന സമയത്താണ് ആ സൂറത്ത് തന്നെ അവതരിക്കുന്നത്. ചുരുക്കത്തിൽ ജിന്നുകൾ മനുഷ്യന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുമെന്ന് ഹദീസിൽ വരുന്നുണ്ട്, മനുഷ്യന്റെ ശരീരത്തിൽ പ്രവേശിക്കുമെന്ന് ഹദീസിൽ വരുന്നുണ്ട്. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു മനുഷ്യനെ രോഗിയാക്കുമെന്ന് ഹദീസിൽ വരുന്നു. അതുപോലെ തന്നെ മനുഷ്യന്റെ ജീവിതത്തിന്റെ സമാധാനവും ദാമ്പത്യ ബന്ധവും, രണ്ടാളുകളുടെ ഇടയിലുള്ള അടുപ്പത്തെ ഇല്ലാതാക്കി കളയുന്ന പണിയും ജിന്നുകൾ, പിശാചുക്കൾ ചെയ്യുമെന്ന് ഹദീസിൽ വരുന്നുണ്ട്. നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. അതുപോലെ തന്നെ ചിലപ്പോൾ ജിന്നുകൾ മനുഷ്യരെ തട്ടിക്കൊണ്ടുപോകുമെന്നും ഹദീസുകളിൽ കാണാൻ സാധിക്കും. 1966 അമേരിക്കയിൽ എഴുതപ്പെട്ട ലോകത്ത് ബെസ്റ്റ് സെല്ലർ ആയിരുന്ന ഒരു പുസ്തകമുണ്ട്, ദ ഇന്ററപ്റ്റഡ് ജേർണി എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. 1961 അമേരിക്കക്കാരായ 2 ദമ്പതികൾ, ബർണി ഹിൽസും അവരുടെ ഭർത്താവും, കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് കാറിൽ യാത്ര ചെയ്യുന്നതിന്റെ ഇടയിൽ വിജനമായ വഴിയിൽ അവർ ആകാശത്തൊരു പ്രകാശം കാണുന്നു. ആദ്യം അവർ ഏതെങ്കിലും സാറ്റലൈറ്റ് ആണെന്ന് വിചാരിക്കുന്നു. പിന്നീട് അത് അടുത്തേക്ക് വരുന്നതായും തങ്ങളുടെ വണ്ടിയെ ഫോളോ ചെയ്യുന്നതായിട്ടും അവർക്ക് തോന്നുന്നു. അവര് ബൈനോക്കുലറിൽ നോക്കുന്നു. ആ സമയത്ത് അതിന്റെ ഉള്ളിൽ നിന്ന് രൂപങ്ങൾ അവരെ നോക്കുന്നതായി അവർക്ക് രണ്ടുപേർക്കും അനുഭവപ്പെടുന്നു. വിശദമായ സംഭവമാണ്. ആ പുസ്തകത്തില് വിശദമായിട്ട് ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവസാനം ഇത് അവരുടെ കാറിന്റെ പിന്നിൽ ആ പ്രകാശം അടുത്ത് വരികയും അതിൽ നിന്ന് ചില രൂപങ്ങൾ അവരുടെ കാറിന്റെ പിന്നിലേക്ക് ഇറങ്ങുകയും ആ സമയത്ത് അവരുടെ നായ പെട്ടെന്ന് ബഹളം വെക്കുകയും ആ പിന്നിൽ ഇറങ്ങിയ ആ ജീവികൾ ആ കാറിൽ പിടിച്ചതിന്റെ പാടുകൾ അവരുടെ കാറിൽ തന്നെ ഉണ്ട് കുറെ സ്ഥലങ്ങളിൽ. അവരുടെ കാറിലേക്ക് ചില ജീവികൾ അതിക്രമിച്ച് കയറുന്നു. അവരുടെ ബോധം മറഞ്ഞു പോകുന്നു. 2 മണിക്കൂറിന് ശേഷം അവർക്ക് ബോധം വരുമ്പോൾ ഏതാണ്ട് 100 കിലോമീറ്റർ അകലെയാണ്. ഈ 2 മണിക്കൂർ വരെ അമേരിക്കക്കാർ പറയുന്നത് ഈ അന്യഗ്രഹ ജീവികൾ 2 മണിക്കൂർ വരെ തട്ടിക്കൊണ്ടുപോയി എന്നാണ്. ദ ഫസ്റ്റ് ഏലിയൻ അബ്ഡക്ഷൻ കേസ് ഓഫ് അമേരിക്ക 1961 എന്ന പേരിൽ ലോകത്തെ ഏറ്റവും അറിയപ്പെട്ട കേസാണ്. അതിനെക്കുറിച്ച് 1966 ഇന്ററപ്റ്റഡ് ജേർണി എന്ന് പറയുന്ന പുസ്തകം എഴുതി. അന്ന് അമേരിക്കയിൽ ജീവിച്ചിരുന്ന പ്രസിദ്ധരായ സൈക്കാട്രിസ്റ്റുമാർ ഇവരെ 2 പേരെയും മാറ്റി ഇരുത്തി ഹിപ്നോട്ടിസം നടത്തി
ലൈ ഡിറ്റക്ഷൻ ടെസ്റ്റുകൾ നടത്തി. ഈ സമയങ്ങളിലെല്ലാം ഇവർ രണ്ടുപേരും ഒരേ കാര്യം തന്നെ പറഞ്ഞു. 2005 ആ ദമ്പതികളിൽ ഭാര്യ മരിക്കുന്നത് വരെ അവർ ഇതേ വാദത്തിൽ ഉറച്ചു നിന്നു. ഇന്നും അമേരിക്കയിലെ അധിക ആളുകളും വിശ്വസിക്കുന്നത് അവരെ അന്യഗ്രഹ ജീവികൾ തട്ടിക്കൊണ്ടുപോയി എന്നാണ്. ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷെ ഇത് തെളിവുകൾ ഒരുപാട് ഉള്ളതായതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. ഹദീസിലേക്ക് നോക്കിയാൽ ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി തങ്ങൾ ഒരിക്കൽ രാത്രി ഭാര്യമാർക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നു. ഈ കഥയൊക്കെ കേട്ടിട്ട് നബി തങ്ങളുടെ ഭാര്യ നബി തങ്ങളോട് പറഞ്ഞു, തങ്ങളുടെ കഥ കേട്ടിട്ട് ഖുറാഫിയുടെ കഥ പോലെയുണ്ടല്ലോ. നമ്മൾ ഈ ഖുറാഫി എന്ന അറബിയിൽ പറയുന്നത് ഈ വെടി പറയുന്ന ആളുകൾക്കാണ്, തെള്ളുന്ന ആളുകൾക്കാണ്. ഈ ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം ഇസ്ലാമിൽ കയറ്റി ചെയ്യുന്ന ആളുകളെ ഖുറാഫികൾ എന്ന് വിളിക്കാറുണ്ട്. ഇല്ലാത്തതൊക്കെ മായാവി കഥകളൊക്കെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ പേരിലൊക്കെ പറയുന്ന ആളുകളെ നമുക്ക് ഒരുപാട് കാണാം. ഇവരെയൊക്കെ ഖുറാഫി എന്ന് വിളിക്കും, കാരണം ഇല്ലാത്ത കഥകളാണ് പറയുന്നത്. പിന്നെ നബി തങ്ങളോട് ഭാര്യ പറഞ്ഞു, തങ്ങളുടെ കഥ കേട്ടിട്ട് ഇതൊരു തെള്ളാണെന്ന് തോന്നുന്നല്ലോ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അതദ്റൂന മാ ഖുറാഫ, ആരാണ് ഖുറാഫ എന്ന് നിങ്ങൾക്ക് അറിയുമോ? ഇന്ന ഖുറാഫത റജുലുൻ, നിശ്ചയം ഖുറാഫ എന്നുള്ളത് ഒരു ഗോത്രത്തിൽ പഴയ കാലത്ത് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അസറത്തുൽ ജിന്നു ഫിൽ ജാഹിലിയ്യ, ജാഹിലിയ്യ കാലഘട്ടത്തിൽ ജിന്നുകൾ ആ മനുഷ്യനെ തട്ടിക്കൊണ്ടുപോയി. ഫമകസ ഇൻദഹും സമനൻ തവീലൻ, കുറെ കാലം ജിന്നുകളുടെ ലോകത്ത് ആ മനുഷ്യനെ തടവിൽ പാർപ്പിച്ചു. അതിനുശേഷം ആ മനുഷ്യനെ വിട്ടയച്ചു. ആ മനുഷ്യൻ നാട്ടിൽ വന്നു. വകാന യുഹദ്ദിസുൻ നാസ ബിമാ റആഹു മിനൽ അജായിബ്, ജിന്നുകളുടെ ലോകത്ത് തടവിൽ കഴിയുമ്പോൾ അദ്ദേഹം കണ്ട അത്ഭുതങ്ങൾ ആളുകളോട് പറയാൻ തുടങ്ങി. അപ്പൊ ഈ ആളുകൾ ഇതൊന്നും കണ്ടിട്ടില്ലാത്തത് കൊണ്ട് ഇയാള് പറയുന്നത് മുഴുവൻ കള്ളമാണ് എന്ന് വിചാരിച്ച് പിന്നെ വിവരക്കേടുകൾ തെള്ള് നടത്തുന്ന ആളുകളെ മുഴുവൻ ഖുറാഫി അല്ലെങ്കിൽ ഖുറാഫിയുടെ കഥ എന്ന് വിളിക്കാൻ തുടങ്ങി എന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരാളെ കാണാതെ പോകും, അന്വേഷിച്ച് അവസാനം ജിന്നുകൾ തട്ടിക്കൊണ്ടു പോയതാണ് എന്ന് പറയുന്ന വിശദമായ ഹദീസ് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് കാണാതെ പോയ ഒരാളെ കുറിച്ച് ചോദിക്കുമ്പോൾ ജിന്നുകൾ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയതാണ് എന്ന് പറയുന്ന സംഭവം കാണാൻ സാധിക്കും. 966 എഴുതിയ ഇന്ററപ്റ്റഡ് ജേർണി പറയുന്ന ആ സംഭവവും 1460 വർഷം മുമ്പ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സഹാബാക്കൾ ഉദ്ധരിച്ച, ഇമാം തിർമിദി ഉദ്ധരിച്ച ഹദീസിൽ പറയുന്നതും ഏതാണ്ട് ഒരേപോലത്തെ സംഭവമാണ്. ചുരുക്കത്തിൽ ഇങ്ങനെ പല രൂപത്തിൽ ജിന്നുകൾ മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെടും. ജിന്നുകളെ നിഷേധിച്ചാൽ ഇസ്ലാമിൽ നിന്ന് വെളിയിൽ പോകും. നമ്മൾ ഈ കാണുന്ന പ്രേതമെന്നോ ആത്മാവെന്നോ ചാത്തനെന്നോ മാടനെന്നോ മറുതയെന്നോ എന്തെല്ലാം പേരിൽ പറയുന്ന സാധനങ്ങളാണെങ്കിലും ഇസ്ലാമിക വിശ്വാസപ്രകാരം ഇതെല്ലാം ജിന്നുകളാണ്. ജിന്നുകളിൽപ്പെട്ട മോശമായ വിഭാഗം ജിന്നുകളെ ശൈത്താന്മാരെന്ന് പറയും. അതിൽ തന്നെ പല കോലത്തിലും പല രൂപത്തിലുമുള്ള പിശാച് ജിന്നുകളുണ്ട്. ഹദീസിൽ കാണാം, നബി തങ്ങൾ നമസ്കരിക്കാൻ കൈകെട്ടുമ്പോൾ ഇന്ന ഇഫ്രീത മിനൽ ജിന്നി, ഇഫ്രീത്ത് എന്ന പേരുള്ള ഒരു വിഭാഗം ജിന്നുകളിൽപ്പെട്ട ഒരു ജിന്ന് നമസ്കാരത്തിന്റെ ഇടയിൽ നബി തങ്ങളുടെ നമസ്കാരം ഹറാബാക്കാൻ, ചീത്തയാക്കാൻ വേണ്ടി വന്ന് തങ്ങളെ ഇടങ്ങേറാക്കി. ഹദീസിൽ കാണാം, സഹാബാക്കളോട് നബി തങ്ങൾ പറഞ്ഞു, അവസാനം ഞാൻ ആ ജിന്നിനെ പിടിച്ച് തൂണിൽ കെട്ടിയിട്ടു, പിന്നീട് നിങ്ങളൊക്കെ വരുന്നതിന് മുമ്പേ ഞാൻ അഴിച്ചുവിട്ടു, നിങ്ങൾ വന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരുന്നു എന്ന് പറയുന്ന തരത്തിൽ മനുഷ്യന്റെ ജീവിതവുമായി സാധാരണ ബന്ധപ്പെടാറില്ലെങ്കിലും ഖുർആൻ കൊണ്ട്